ഞാൻ മുസ്ലിമായിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ സലീം കുമാറിന്റെ വിയോഗം നമ്മളെയെല്ലാം സങ്കടത്തിലാഴ്ത്തിയ ഒന്നാണ്. കരിയറിനെ ബാധിക്കുമെന്ന് ഭയന്ന് പല സിനിമാ താരങ്ങളും രാഷ്ട്രീയം പറയാൻ മടിക്കുന്ന ഈ കാലത്ത് സ്വന്തം നിലപാടുകൾ നെഞ്ചൂക്കോടെ വിളിച്ചു പറഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹം. താനൊരു ഉറച്ച കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ അദ്ദേഹം മടിച്ചില്ല. എന്നാൽ അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നപ്പോൾ പോലും ചിലർ സോഷ്യൽ മീഡിയയിൽ അത് ആഘോഷമാക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമ ഇന്നത്തെ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ്. ഇന്ന് റീൽസ് ചെയ്യാൻ വേണ്ടി ചിലർ ഹജ്ജ് യാത്രകളെ ആഡംബരമാക്കുമ്പോൾ മറുവശത്ത് തൻ്റെ മുറ്റത്തെ പ്ലാവ് വിറ്റ പൈസ പൂർണ്ണമായും ഹലാലാണോ എന്ന് ചിന്തിച്ച അബു എന്ന വൃദ്ധനെയാണ് സലീം കുമാർ അവതരിപ്പിച്ചത്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോഴും നാട്ടിലെ കടങ്ങൾ വീട്ടാതെയുമൊക്കെ ഒന്നിലധികം തവണ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നതിൽ യാതൊരു പുണ്യവുമില്ലെന്ന് ആ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്ന അബ്ദുൽ നാസർ മഅ്ദനിയെ പരസ്യമായി പിന്തുണച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. മഅ്ദനി തീവ്രവാദിയല്ലെന്നും നീതി നിഷേധിക്കപ്പെട്ട ആളാണെന്നും സലീം കുമാർ വേദികളിൽ തുറന്നു പറഞ്ഞു. തൻ്റെ സിനിമയെ ഒരു ലളിതപക്ഷ സിനിമയാക്കി കണ്ട് ബാംഗ്ലൂരിൽ നിന്നും മഅ്ദനി വിളിച്ച് അഭിനന്ദിച്ച കാര്യം അദ്ദേഹം വികാരാധീനനായി പങ്കുവച്ചിട്ടുണ്ട്. സലീം കുമാറിൻ്റെ ജീവിതം പോലെ തന്നെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മതപരമായ നിലപാടുകളും. യഥാർത്ഥത്തിൽ സലീം കുമാർ എന്ന പേര് വന്നതിന് പിന്നിൽ മതേതരത്വത്തിൻ്റെ വലിയൊരു കഥയുണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ ജാതിരഹിത ആശയങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗംഗാധരൻ മകന് ആദ്യമിട്ട പേര് സലീം എന്നായിരുന്നു. എന്നാൽ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഇത് മുസ്ലിം പേരാണല്ലോ, കുട്ടി ഹിന്ദുവാണല്ലോ എന്ന്. അങ്ങനെയാണ് അച്ഛൻ പേരിനൊപ്പം കുമാർ കൂടി ചേർക്കുന്നത്. 5ാം ക്ലാസ് വരെ ഞാൻ മുസ്ലിമായിരുന്നു, അതിനുശേഷമാണ് വിശാല ഹിന്ദുവായത് എന്ന് സലീം കുമാർ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആരെയും സുഖിപ്പിക്കാൻ നോക്കാതെ, സിനിമകൾ നഷ്ടപ്പെടുമെന്ന് ഭയക്കാതെ, ആ വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകളാണ് സലീം കുമാറിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ആ മഹാനടന് ആദരാഞ്ജലികൾ. ചിറ്റാറ്റ് വരെ ചെന്നപ്പോൾ എന്താ കുട്ടിയുടെ പേര് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് സലീം എന്നാണ് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ പറ്റില്ലല്ലോ, കാരണം കുട്ടി ഹിന്ദു അല്ലേ, പേര് കേട്ടാൽ മുസ്ലിങ്ങളെ കൊണ്ടിരുന്നു. അപ്പോൾ അച്ഛനും യാതൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ ചെയ്യുക. അപ്പോൾ കാര്യം ചെയ്യും, കുട്ടിയുടെ പേരിന് കൂടി കുമാറും കൂടി ചേർത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദു ആക്കി. അതായത് 5ാം ക്ലാസ് വരെയും ഞാൻ മുസ്ലിമായിരുന്നു. 5ാം ക്ലാസ് ശേഷം ഞാനങ്ങനെ വിശാല ഹിന്ദുവായി.